പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ മരണശേഷം ഇറാനിൽ അധികാരമേറ്റ പുതിയ ഭരണകൂടം മുൻപുള്ളതിനേക്കാൾ തീവ്രവും അപകടകാരിയുമാണെന്ന് ഇസ്രയേൽ പ്രതിരോധ സേനയുടെ മുന്നറിയിപ്പ്. നിലവിലെ ഭരണ നേതൃത്വം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ കടുത്ത പ്രത്യയശാസ്ത്ര വാശിയുള്ളവരാൽ നിയന്ത്രിക്കപ്പെടുന്നതാണെന്നും ഇത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ വലിയ വെല്ലുവിളിയാണെന്നുമാണ് ഇസ്രയേൽ പാർലമെന്റിന് IDF നൽകിയ മുന്നറിയിപ്പ്. 40 ദിവസത്തിലേറെയായി തുടരുന്ന യുദ്ധം ആഗോളതലത്തിൽ എണ്ണവിലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കെയാണ് ഈ പുതിയ വെളിപ്പെടുത്തൽ കൂടി വരുന്നത്. ഇറാനിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷവും അവിടുത്തെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായെന്ന വിലയിരുത്തൽ ഇസ്രയേലിനെയും അമേരിക്കയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അതേസമയം രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി സമാധാന ചർച്ചകൾ ശനിയാഴ്ച പാകിസ്ഥാനിൽ ആരംഭിക്കും. US വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്നർ എന്നിവരുടെ നേതൃത്വത്തിലായിരിക്കും US സംഘം ചർച്ചകളിൽ പങ്കെടുക്കുക. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ചർച്ചകളിൽ ഇറാനെ പ്രതിനിധീകരിക്കുക. ലെബനനും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ അടുത്ത ആഴ്ച വാഷിംഗ്ടണിലും നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഹോർമസ് കടലിടുക്കിന്റെ നടത്തിപ്പിൽ ഇറാൻ പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നും രാജ്യത്തെ ആക്രമിച്ചവർ ശിക്ഷിക്കപ്പെടാതെ പോകില്ല എന്നും ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയി പറഞ്ഞതും വാർത്തയായിരുന്നു. രാജ്യത്തെ ഔദ്യോഗിക മാധ്യമങ്ങളാണ് ഖമനേയിയുടെ പ്രസ്താവന സംപ്രേഷണം ചെയ്തത്. തങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരത്തുക ഈടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധത്തിൽ ഇറാൻ ഉണ്ടായ ഓരോ നാശനഷ്ടങ്ങൾക്കും രക്തസാക്ഷികളുടെ ജീവന്റെ വിലയ്ക്കും പരിക്കേറ്റവർക്കുള്ള നഷ്ടപരിഹാരത്തിനും ഞങ്ങൾ അവകാശവാദം ഉന്നയിക്കും. US ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തന്റെ പിതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്ന ഇറാന്റെ തീരുമാനവും മുസ്തഫ വ്യക്തമാക്കി. ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എങ്കിലും തങ്ങളുടെ അവകാശങ്ങൾ വിട്ടുകൊടുക്കില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഹോർമസ് കടലിടുക്കിലെ US സൈന്യത്തിന്റെ കൈവശമുള്ള ഏറ്റവും വിലയേറിയ ഡ്രോണുകളിൽ ഒന്ന് അപ്രത്യക്ഷമായ റിപ്പോർട്ടുകളും വൻ രീതിയിൽ ചർച്ചയായിരുന്നു. MQ-4C ട്രൈറ്റൺ നിരീക്ഷണ ഡ്രോണാണ് അപ്രത്യക്ഷമായത്. USഉം ഇറാനും വെടിനിർത്തലിന് ധാരണയായതിന് പിന്നാലെയാണ് ഇത് സംഭവിച്ചത്. ഫ്ലൈറ്റ് റഡാർ 24 ൽ നിന്നുള്ള ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡേറ്റ അനുസരിച്ച് ഇറാനെ ലക്ഷ്യമാക്കി ചെറുതായി തിരിഞ്ഞ് വേഗത്തിൽ താഴേക്ക് പതിക്കുന്നതിന് മുൻപ് ഡ്രോൺ ഒരു സാധാരണ അടിയന്തര സിഗ്നലായ കോഡ് 7700 പ്രക്ഷേപണം ചെയ്തിരുന്നു. അതിനുശേഷം ട്രാക്കിംഗ് സ്ക്രീനുകളിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമായി. പേർഷ്യൻ ഗൾഫിലും കടലിടുക്കിനും മുകളിലായി ഏകദേശം 3 മണിക്കൂർ നിരീക്ഷണം പൂർത്തിയാക്കിയ ഡ്രോൺ ഇറ്റലിയിലെ നാവിക എയർ സ്റ്റേഷനായ സിഗോനെല്ലയിൽ നിന്ന് മടങ്ങുകയായിരുന്നു. യന്ത്രത്തകരാർ മൂലമാണോ അതോ വെടിവെച്ചിട്ടതാണോ എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. $200 മില്യൺ അതായത് ഏകദേശം 1856 കോടി രൂപ വിലമതിക്കുന്ന ട്രൈറ്റൺ US സൈന്യത്തിന്റെ കൈവശമുള്ള ഏറ്റവും വിലയേറിയ ആളില്ലാ വിമാനങ്ങളിലൊന്നാണ്. നിരന്തരമായ വലിയ തോതിലുള്ള സമുദ്ര നിരീക്ഷണം ലക്ഷ്യമാക്കി രൂപകൽപ്പന ചെയ്ത ഈ ഡ്രോണിന് 50,000 അടിക്ക് മുകളിലുള്ള ഉയരത്തിൽ 24 മണിക്കൂറിലധികം തുടർച്ചയായി പറക്കാനാകും. 7400 നോട്ടിക്കൽ മൈൽ ദൂര പരിധിയുണ്ട്. ഇന്ധനം നിറയ്ക്കാതെ തന്നെ വലിയ സമുദ്രഭാഗങ്ങൾ തുടർച്ചയായി നിരീക്ഷണം നടത്താൻ MQ-4C ട്രൈറ്റന് സാധിക്കും. പരമ്പരാഗത പെട്രോൾ വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ട്രൈറ്റൺ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ഓട്ടോണമസ് പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്നു. P-8A പോസൈഡോൺ പെട്രോൾ വിമാനങ്ങൾക്ക് ഇവ വിവരങ്ങൾ കൈമാറും. 2025 വരെ US നാവികസേന 20 ട്രൈറ്റൺ ഡ്രോണുകൾ പ്രവർത്തിപ്പിച്ചിരുന്നു. കൂടാതെ 7 കൂടി വാങ്ങാൻ പദ്ധതിയുമുണ്ട്. ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ചതിനു ശേഷം അടഞ്ഞുകിടന്ന ഹോർമോസ് കടലെടുക്ക് തുറന്നു നൽകുമെന്ന് ഇറാൻ വാഗ്ദാനം ചെയ്ത് വെറും 48 മണിക്കൂറിന് ശേഷമാണ് ഡ്രോൺ അപ്രത്യക്ഷമായത്. കഴിഞ്ഞ 40 ദിവസമായി തുടരുന്ന യുദ്ധം ലോകത്തിന്റെ ഇന്ധന വിതരണത്തെയും പെട്രോകെമിക്കൽ മേഖലയും സാരമായി ബാധിച്ചിട്ടുമുണ്ട്. ഇക്കാലയളവിൽ 1000-ലധികം വ്യോമാക്രമണങ്ങൾ ഇറാനിൽ നടത്തിയതായി ഏകദേശം 4000 ലക്ഷ്യങ്ങൾ തകർത്തതായും